ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോയുടെ വിടവാങ്ങൽ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏറെ ഗൗരവത്തോടെ 3 വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ആഴത്തിൽ ബോധ്യം ജനിപ്പിച്ച് പഠിപ്പിക്കുകയും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഏറെ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. ആദ്യം അവിടുന്ന് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകാതെ, മറ്റുള്ളവരെ പാപത്തിലേക്ക് തള്ളിവിടുന്ന ഉപകരണമായി മാറാതെ നീ ജീവിക്കണമെന്ന്. പ്രലോഭന ഹേതുവാകുന്നവൻ ആരാണെങ്കിലും അവന് നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ്. ഒരു സമൂഹത്തെ തിന്മയിലേക്ക് പാപത്തിലേക്ക് തള്ളിവിട്ട ഒരുവൻ്റെ ശവശരീരം പോലും കാണാനിടയാകരുത് എന്ന് കൃത്യമായ ബോധ്യത്തോടെയാണ് ഈശോ പറയുന്നത്. അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടണം. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴിത്താരകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിന് അപവാദമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റുള്ളവരെ തിന്മയിലേക്ക് പാപത്തിലേക്ക് തള്ളിവിടുന്ന വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ട് എങ്കിൽ, ഏറെ ഗൗരവത്തോടെ നാം തിരിച്ചറിയുക, എനിക്ക് തിരുത്താനേറെയുണ്ട് എന്ന കാര്യം. ആ തിരുത്തൽ എൻ്റെ നിത്യജീവൻ്റെ കവാടത്തിലേക്കുള്ള യാത്രയായി മാറട്ടെ. ഈശോ പറയുന്ന 2ാമത്തെ കാര്യം സഹോദരനുമായിട്ട് രമ്യപ്പെടുക, ക്ഷമിക്കുക എന്നതാണ്. ഒരു ക്രിസ്ത്യാനി എത്ര വട്ടം ക്ഷമിക്കണം എന്നതിന് ഈശോ പറയുന്ന ഉദാഹരണവും മറുപടിയും നമ്മളെ ലജ്ജിപ്പിക്കും. 7 പ്രാവശ്യമാണ് ഞാൻ ക്ഷമിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഈശോ പറയുന്നത് 7 അല്ല 7 70 പ്രാവശ്യം. 7 ഗുണം 7 70 എന്ന ചിന്തയിൽ നമുക്ക് കിട്ടുന്നത് 490 പ്രാവശ്യം. ഒരു വ്യക്തി നമ്മളോട് തെറ്റ് ചെയ്താൽ അവനോട് 490 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നോട് മറുതലിക്കുന്നവനോട്, നിന്നോട് ക്ഷമ ചോദിക്കുന്നവനോട് ഹൃദയപരമാർത്ഥതയോടെ ക്ഷമിക്കാൻ നിനക്ക് സാധിക്കണമെന്നാണ്. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിന്നോട് പിണങ്ങുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അവൻ ക്ഷമിക്കണം എന്ന് യേശു പറഞ്ഞു വെച്ചതിൻ്റെ പിന്നാലെയാണ് പറയുന്നത് 7 70 വട്ടം ക്ഷമിക്കുക. നമ്മുടെ ക്ഷമയുടെ മേഖലയിൽ മാർജിനിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന കുറേയേറെ പേരുടെ കാര്യത്തിൽ ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ട പ്രിയപ്പെട്ടവരെ. എൻ്റെ കത്തോലിക്ക വിശ്വാസ ജീവിതം ആരെയും കുരുതി കൊടുക്കാനുള്ളതല്ല, ആരെയും കൊന്നുതള്ളാനുള്ളതല്ല, ആരെയും അപമാനിച്ചില്ലാതാക്കാനുള്ളതല്ല. അത് രമ്യതയുടെ സുവിശേഷമാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ആർജവത്വം, അത് നമുക്കുണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുക. 3ാമതായിട്ട് നാം കാണുന്നത് വിശ്വാസ ജീവിതത്തിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന കടുകുമണിയോളം വിശ്വാസം. അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കടുകുമണി ഒരു വിശ്വാസത്തിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യത്തിലല്ല പരാമർശിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഒരു കടുകിൻ്റെ മണി ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നടുവേ ഒന്ന് പിളർക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം നമ്മളെ അതിശയിപ്പിക്കും. മറ്റ് പല വിത്തുകൾക്കുമുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഉള്ളിൽ ഒരല്പം പോലും സ്ഥലം ബാക്കിയുണ്ടാകില്ല. ആ കവറിങ് നിറഞ്ഞു നിൽക്കുന്ന, ഉള്ളു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാമ്പ് നമുക്കവിടെ കാണാം. കടുകുമണിയോളം വിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ ബോധ്യത്തിൻ്റെ വിശ്വാസമാണ്. എന്നെ താങ്ങുന്നവൻ വൻ കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നുള്ള വലിയ വിശ്വാസം. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് പറയാനുള്ള വിശ്വാസം. ഈ 3 മേഖലകളിലും തമ്പുരാൻ തന്ന കൃപയുടെ അനുഭവം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ നമ്മളെ വഴി നടത്തുമെന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ ചുവടുകൾക്ക് ബലം നൽകുന്ന, എൻ്റെ കാലുകളെ താങ്ങിപ്പിടിക്കുന്ന, എന്നെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന തമ്പുരാൻ്റെ കൃപ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.